ശ്രീ പി വി അൻവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ വളരെ പ്രസക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം ദേശീയ തലത്തിൽ തന്നെ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇടതുപക്ഷ നയങ്ങളെ മുഴുവൻ ബലികഴിച്ചുകൊണ്ട് വ്യക്തിമേധാവിത്വത്തിലൂടെ ഏതാവിത്വത്തിൻ്റെ ലെജൻഡ് എന്ന പേരിൽ, കാരണഭൂതൻ എന്ന പേരിൽ, നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ട്. കാരണം വി എസ് അച്യുതാനന്ദൻ ഒരു യോഗത്തിന് വന്നപ്പോൾ കണ്ണേ കരളെ വി എസ് എ എന്ന് മുദ്രാവാക്യം വിളിച്ചതിനാണ് ഉഷാ ഉതുപ്പിൻ്റെ ഗാനമേളയാണോ ഇവിടെ നടക്കുന്നത് എന്ന് പിണറായി വിജയൻ പരസ്യമായി പ്രതികരിച്ചത്. ആ പ്രതികരിച്ച പിണറായി വിജയനെ ദ ലെജൻഡ് എന്ന പേരിൽ 15 ലക്ഷം രൂപ മുടക്കി സിനിമ നിർമ്മിക്കുന്നു. കാരണഭൂതൻ എന്ന് പറഞ്ഞുകൊണ്ട് തിരുവാതിരക്കളി നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു. എന്താണ് പിണറായി വിജയനും സി പി എമ്മിനും പറയാനുള്ളത്? പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ദയനീയമായ മുഖം, എം വി ഗോവിന്ദൻ്റെ ദയനീയമായ മുഖം. ഇപ്പോഴും വി എസ് ജീവിച്ചിരിപ്പുണ്ടല്ലോ. ആ സഖാവ് വി എസിനെ ആ രൂപത്തിൽ അപകീർത്തിപ്പെടുത്തുകയും അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതിന് പോലും വിലക്കേർപ്പെടുത്തിയ പാർട്ടി ഇന്ന് വ്യക്തിപ്രഭാവത്തിന് അമിതമായ പ്രാധാന്യം നൽകിക്കൊണ്ട് വ്യക്തി കേന്ദ്രീകൃത രാഷ്ട്രീയ പ്രസ്ഥാനമായി സി പി എമ്മിനെ പോലെയുള്ള ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം മാറി. അതായിരുന്നു പി വി അൻവർ ഉന്നയിച്ച സംഘടനാ പ്രശ്നം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്നം. യു ഡി എഫിൽ പി വി അൻവറുമായി ബന്ധപ്പെട്ട് യാതൊരു വിലക്കുമില്ല. എന്ത് വിലക്കാണുള്ളത്? പി വി അൻവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും യു ഡി എഫിൻ്റെ കൺവീനറും പറഞ്ഞത് എന്താണ്? ഞാൻ ഇപ്പോഴും അത് ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവർ രണ്ടുപേരും പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അവർ പറഞ്ഞത് യു ഡി എഫിൻ്റെ പ്രതിനിധിയായി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ ഞങ്ങൾ പ്രഖ്യാപിച്ചു. ആര്യാടൻ ഷൗക്കത്ത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വന്ന പശ്ചാത്തലത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെതിരായി വ്യക്തിഗതമായിട്ടുള്ള ആക്ഷേപങ്ങളടക്കം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് ശ്രീ പി വി അൻവർ സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിക്കുന്ന ഒരാൾ യു ഡി എഫിൻ്റെ ഭാഗമാകുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ആ കാര്യത്തിൽ കുറെ കൂടി ക്ലാരിറ്റി വരുത്താൻ ശ്രീ പി വി അൻവർ തയ്യാറാകണം. കാരണം ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക്, എൻ്റെ അഭിപ്രായത്തിൽ ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കാണ്, ഇത് വ്യക്തിഗതമല്ല. ഇത് പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളോ ഒരു വലിയ കേരളം നേരിടുന്ന ഒരു വലിയ ദുരന്തമാണ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്. ഒരിക്കൽ കൂടി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ, സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് കേരളത്തിൽ വന്നാൽ, ഈ ദുരന്തം ആവർത്തിച്ചാൽ ഈ കേരളം എന്നൊരു സംസ്ഥാനം തന്നെ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട.